ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഈ ചിക്കൻ പെരട്ട് ട്രൈ ചെയ്യുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുത്ത എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ. ഗൈസ്, ഇതിനെപ്പറ്റി പറഞ്ഞു തരാമെന്ന് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ മസാലക്കൂട്ടാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് തക്കാളി, അതുപോലെ തന്നെ തേങ്ങാക്കൂത്ത്, വെല്ലുള്ളി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മൾ ആദ്യം മൂപ്പിച്ചെടുത്ത മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അരച്ച് വെച്ചത് സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ, ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ, ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനത്തെ സാധനങ്ങളും പിന്നെ തക്കാളി അതുപോലത്തെയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് മസാല ഇടുക. മസാല നന്നായിട്ടൊന്ന് വഴറ്റി, അതായത് മൂത്തതിന് ശേഷം നമ്മൾ ബാക്കി ചിക്കനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ലെവലിൽ എത്തുമ്പോഴത്തേനും നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കണം. വേവിക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ചും കൂടെ ആദ്യം ഉണ്ടായിരുന്നൊരു ഡ്രൈനെസ് ഒക്കെ മാറ്റി കുറച്ചും കൂടെ അതിനകത്ത് വെള്ളമൊക്കെ ആകും. അപ്പോൾ നമുക്കൊരു ഗ്രേവി ആ ഒരു ടൈപ്പിലേക്ക് കിട്ടും. അപ്പോൾ കഴിച്ച് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ.